അമ്മ സംഘടന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വിജയിച്ച നടൻ സന്തോഷ് കീഴാറ്റൂരാണ് പോകുന്നത്. ഈ വിജയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ഭയങ്കര സന്തോഷം. കാരണം ഇത് എൻ്റെ വിജയത്തിന് മാത്രമല്ല, ഇന്ന് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് എനിക്കൊന്ന് ഏറ്റവും ഒരു ജനാധിപത്യത്തിൻ്റെ അതിൻ്റെ ഒരു വാശി എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും മത്സരിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞൊരു അത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. പിന്നെ വ്യക്തിപരമായി അമ്മ എന്ന് പറയുന്നത് വലിയൊരു സംഘടനയാണ്. അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുന്നു, അതിൻ്റെ കൂടെ അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എനിക്കൊക്കെ ഒരുപാട് പേര് വോട്ട് ചെയ്തു, നന്നായിട്ട് വോട്ട് കിട്ടി. അത് തിരിച്ചറിയുന്നു എന്നതിൻ്റെ ഒരു വലിയ സന്തോഷമാണ്. പരസ്പരം തിരിച്ചറിയുക എന്നത് വലിയൊരു സന്തോഷമാണ്. 21 വർഷത്തെ ഈ പഴക്കമുള്ള ഈ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് ആദ്യമായിട്ട് ഒരു സ്ത്രീ എത്തിയിരിക്കുകയാണ്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ്. അമ്മ ഒട്ടും അമ്മ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. കാരണം ഇത് അമ്മയിൽ മാത്രമല്ല, ലോകം മുഴുവൻ സ്ത്രീകളുടെ വലിയൊരു മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അമ്മയുടെ സംഘടനയിലേക്കും സ്ത്രീകൾ വരണമെന്ന് ഇതിലെ സീനിയേഴ്സായ ആക്ടേഴ്സ് പോലും അവരൊക്കെ ആഗ്രഹിച്ചത് തന്നെയാണ്. അതാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത്. അത് വലിയ സന്തോഷത്തോടു കൂടി, അഭിമാനത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ തന്നെ ഈ മെമ്മറി കാർഡ് അടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഒരു പരിഹാരം കാണാനുള്ള ശ്രമമുണ്ടാവും? അല്ല, അത് അങ്ങനെ ഇതൊരു എനിക്ക് തോന്നുന്നു ഞങ്ങളത് കേട്ടിട്ടില്ല. ഞങ്ങളൊക്കെ അതിന്റെ പോളിംഗിന്റെ ഉള്ളിലായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ അത് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ പുതിയൊരു കമ്മിറ്റി വരുമ്പോൾ അത് എന്താണെന്ന് പരിശോധിക്കും. അത് തീർച്ചയായിട്ടും പരിശോധിക്കും. ഒട്ടും പാടില്ലാത്തതായിരുന്നു അങ്ങനൊരു അങ്ങനൊരു ആരോപണങ്ങളൊക്കെ ഇനി ഉണ്ടാകാൻ പാടില്ല. ഇനി ഒരു തരത്തിലുള്ള സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ പക്ഷം. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പുതിയ കമ്മിറ്റി വളരെ കൂടി ആലോചിച്ച് അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണമല്ലോ. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ പ്രധാന അജണ്ട എന്തായിരിക്കും പുതിയ കമ്മിറ്റി? അല്ല, പ്രധാന അജണ്ട എന്ന് പറയുന്നത് വെച്ചാൽ ഈ അംഗങ്ങളെ മുഴുവൻ കൂട്ടി ഒരുമിച്ച് കൊണ്ടുപോകും. കാരണം 506 അംഗങ്ങളാണുള്ളത്. ഈ 506 അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 506 പേർക്കും നിരന്തരം സിനിമ അഭിനയിക്കുന്ന ആൾക്കാരല്ല. അതിൽ വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ. അതിൽ ഈ അംഗങ്ങളെ ഈ സിനിമയൊന്നുമില്ലാതെ കൈനീട്ടം കിട്ടുന്ന അംഗങ്ങളുണ്ട്, അസുഖബാധിതരായ അംഗങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ക്ഷേമം ഇത് ഉറപ്പുവരുത്തുക എന്നത് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതുപോലെ ഇപ്പം ഞങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത പോലെ ഇതിപ്പം അമ്മ എന്ന് പറയുന്ന സംഘടന ഈ വർഷം കുറേയും കൂടി പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെട്ടു. അപ്പം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്, ഞങ്ങളുടെ കമ്മിറ്റി കൂടിയിട്ടില്ല. അപ്പം സമൂഹത്തിനടക്കം നന്മകൾ ചെയ്യാൻ പറ്റുന്ന, സമൂഹത്തിൻ്റെ അടക്കം ഭാഗമാകുന്ന രീതിയിൽ ഈ സംഘടനയെ മാറ്റണം. സംഘടനയിൽ കൂടുതൽ ഐക്യം ഉണ്ടാക്കണം. കൂടുതൽ മെമ്പേഴ്സ് ഈ സംഘടനയിലേക്ക് വരണം. ഒരു തരത്തിലുള്ള മറ്റൊരു തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ചെന്ന് പെടാതെ എത്രത്തോളം സ്മൂത്തായിട്ട് ഈ സംഘടനയെ കൊണ്ടുപോകണമെന്നാണ്. തീർച്ചയായിട്ടും അത് സാധിക്കും. കാരണം അങ്ങനെ ഒരു നല്ലൊരു ടീം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഇപ്പോൾ അത് പറയാൻ പറ്റില്ല, കാരണം മനസ്സിലും കുറേ ഐഡിയാസ് ഉണ്ട്. എങ്ങനെയാണ് അതൊക്കെ അടുത്ത കമ്മിറ്റിയിൽ വെച്ച് പരമാവധി അത് പ്രാവർത്തികമാക്കാൻ നോക്കും. താങ്ക് യു. ഏതായാലും അമ്മയുടെ അംഗങ്ങളെല്ലാം ആര് വിജയിച്ചാലും അമ്മയുടെ അംഗങ്ങൾക്കെല്ലാം അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നാണ് നടൻ സന്തോഷ് കീഴാറ്റൂരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അമ്മയ്ക്ക് പുതിയ നേതൃത്വം, പുതിയ ഭാരവാഹിത്വം നിലവിൽ വന്നിരിക്കുകയാണ്. അമ്മയുടെ അംഗങ്ങളുടെ ക്ഷേമങ്ങൾ ഉറപ്പുവരുത്തും. ഒപ്പം നിലവിലുള്ള ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണുമെന്നുമാണ് നടൻ സന്തോഷ് കീഴാറ്റൂർ പ്രതികരിച്ചിരിക്കുന്നത്.